വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏകദേശം ഒരു 2 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ റൈഡ് പോകുന്നത്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, സമയം രാവിലെ 5:50. അപ്പോൾ ഇതൊരു സോളോ റൈഡ് അല്ല, അവിടെ 2 പേരും കൂടെ ഉണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലായിരുന്ന ഹംപിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സോ ഇതൊരു 3 ദിവസത്തെ റൈഡാണ്. പോകുന്ന വഴിക്ക് തന്നെ തുംഗഭദ്ര ഡാം കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിയെങ്കിലും ആകുമ്പോൾ ഹംപി ചെല്ലാനാണ് പ്ലാൻ. അതിനുശേഷം അവിടെ നമ്മൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് ചെന്നതിന് ശേഷം നമ്മളൊരു സൺസെറ്റ് കാണാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. അവിടെ 1-2 സ്ഥലങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി ഒരു സൺസെറ്റ് കണ്ടിട്ട് പിന്നെ തിരിച്ച് ഹോം സ്റ്റേ റെസ്റ്റ് എടുക്കുകയാണ് ഇന്നത്തെ പ്ലാൻ. നാളെ ആയിരിക്കും നമ്മൾ ഹംപി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിനുശേഷം സൺഡേ മോർണിംഗ് നമ്മൾ റിട്ടേൺ അടിക്കും. ഇപ്പോൾ റിട്ടേൺ വരുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനോ വിസിറ്റ് ചെയ്യാനോ ഒന്നും ഇതുവരെ പ്ലാൻ ഇട്ടിട്ടില്ല. കൂടെ ഉള്ളവർ വരാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ സമയം ഏകദേശം 6:40. സോ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് തുംഗഭദ്ര ഡാമാണ്. തുംഗഭദ്ര ഡാമിലേക്ക് ഇവിടുന്ന് ഏകദേശം 323 കിലോമീറ്റർ ഉണ്ട്. 1 മണി 2 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റുമോ നോക്കാം. ഞാൻ എന്തായാലും ഇനി സിറ്റി ലിമിറ്റൊക്കെ വിട്ടിട്ട് ഇനി ക്യാമറ ഓൺ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് തുംകൂർ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ തുംകൂർ ടൗൺ ഒന്നും ടച്ച് ചെയ്തില്ല. ഈ ഒരു ഔട്ടർ പിടിച്ച് അങ്ങോട്ട് പോകണം ഹൈവേ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ ചെറുതായിട്ട് മറിക്കുന്നുണ്ട്. സൂര്യനൊക്കെ എത്തിച്ച് നമ്മുടെ ഏകദേശം റൈറ്റ് സൈഡിൽ പുറകിലായിട്ടാണ്. ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അതിലങ്ങ് പുറകില്ല, ഒരു മലയുടെ പുറകില്ല. ഏകദേശം ഒരു ചിത്രദുർഗം വരെ ഈ ഒരു സ്ട്രെയിറ്റ് റോഡാണ്. വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരുത്തുന്ന ഡീവിയേഷനുകളോ ഒന്നുമില്ല. നേരെ ഒറ്റ റോഡൊക്കെ പിടിച്ചു പോയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ബോർഡുണ്ട് ചിത്രദുർഗ, പൂനെ. പിന്നെ ഹംപിയെക്കുറിച്ചുള്ള ചരിത്രമൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞ് ബോറാക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ അറിയാൻ കഴിയും. ഏകദേശം എനിക്കൊന്ന് 13-14 നൂറ്റാണ്ടുകളിലാണെന്ന് തോന്നുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു പീക്ക് ടൈം. ആ ടൈമിലാണ് അവരുടെ ക്യാപിറ്റലായിട്ട് ഹംപി ഡെവലപ്പ് ചെയ്തത്. ആ ഒരു സമയത്ത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. വേൾഡ് യുനെസ്കോ സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് യുനെസ്കോ സൈറ്റുകൾ കാണുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. നമ്മൾ ഗുജറാത്തായിട്ടുള്ള ഏകദേശം 2 സ്ഥലങ്ങൾ നമ്മളങ്ങനെ കണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ കർണാടകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഹംപി എന്ന് പറയുന്നത്. 1986 മറ്റാണ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സമയം ഏകദേശം 8:30. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുവാണ്. എടാ നല്ല തിരക്കാണല്ലോ, കയറണോ? ഇവിടെ ഒരു ATV ഉണ്ടായിരുന്നു, നമ്മളെന്നാലും അവിടെ കയറുന്നില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആശീർവാദ് ഗ്രാൻഡ് 8:45 ഇവിടെ എത്തിയാണ്. ഇപ്പോൾ സമയം 9:47. ഓൾമോസ്റ്റ് 1 മണിക്കൂർ അടുത്ത് ബ്രേക്ക് എടുത്തു. വലിയ ബ്രേക്കായിരുന്നു. സോ ഇവിടുന്ന് തുംഗഭദ്ര ഡാമിലേക്ക് 190 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 3 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നേരെ തുംഗഭദ്ര ഡാം. ഇപ്പോൾ അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. സമയം 10 മണിയായി. സൺസെറ്റിന് മുമ്പ് ഹംപി എത്തുക എന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ. ഇപ്പോൾ തുംഗഭദ്ര ഡാമൊക്കെ കവർ ചെയ്ത് പയ്യെ പോയാൽ മതി. ഇന്ന് റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഞാൻ വലിയ തിരക്ക് ഇന്ന് പ്രതീക്ഷിച്ചില്ല ശരിക്കും പറയാം. വീക്കെൻഡുകളിലൊക്കെ ഈ റോഡിൽ നല്ല തിരക്കായിരിക്കും. ഇവിടെ തിരക്കാണെങ്കിലും കുഴപ്പമില്ല. ഹംപിയിൽ വലിയ തിരക്കില്ലായിരുന്നാൽ മതിയായിരുന്നു. ഈ റൂട്ടിൽ ഒരു അടിപൊളി സ്ട്രെച്ചാണ് കേട്ടോ. ഏകദേശം ഈ ഹിരിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങ് ദൂരെ മലകളുടെ മുകളിലെല്ലാം കാറ്റാടി യന്ത്രങ്ങളാണ് കേട്ടോ. ഒരു അടിപൊളി സ്ട്രെച്ചാണ്. ഇവിടുന്ന് എനിക്കൊന്ന് ചിത്രദുർഗ വരെ ഉള്ള ഒരു റൂട്ടെന്ന് പറയുന്നത്. എന്നൊക്കെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ചിത്രദുർഗയുടെ ഒരു ഔട്ടർ എന്ന് പറയാം. ഇപ്പോൾ കുറച്ചുകൂടെ മുമ്പിൽ നമുക്കൊരു ഡീവിയേഷൻ എടുക്കാറുണ്ട്. നമ്മുടെ ഗുജറാത്ത് റൈഡിൽ ഇവിടെയൊക്കെ നിർത്തി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹൊസ്പേട്ട് റൂട്ടിലോട്ട് കയറി. ഇനി ഇവിടുന്ന് 129 കിലോമീറ്റർ ആണ് തുംഗഭദ്ര ഡാമിലേക്കുള്ളത്. ഞങ്ങൾ
ഞങ്ങൾ ചെറിയൊരു ബ്രേക്കിന് നിർത്തിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് രണ്ടാമത്തെ ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം ഞാൻ 1100 രൂപയ്ക്ക് ഇപ്പോൾ രണ്ടാമത് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 310 കിലോമീറ്റർ റോഡിന് ശേഷമാണ് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചത്. ഇപ്പോൾ രണ്ടാമത് ഇവിടെ 103 രൂപ പെട്രോളിന്. നമുക്കിനി തുംഗഭദ്ര ഡാമിലേക്ക് 61 കിലോമീറ്റർ ആണ്, 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 11:55. ഏകദേശം 1 മണി 1:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇത്രയും നേരം വന്ന പോലത്തെ ക്ലൈമറ്റ് അല്ല. തുംഗഭദ്ര ഡാമിൻ്റെ ഒരു ക്യാച്ച്മെന്റ് ഏരിയ എന്ന് തോന്നുന്നു. സ്റ്റഡി കാണാൻ പറ്റുന്നുണ്ട്. 14 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഡാമിൻ്റെ അങ്ങോട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണിനൊക്കെ ഒരു ചുവന്ന നിറം. ഈ ഏരിയയിൽ മറ്റേ ഇരുമ്പേരി കുഴിച്ചെടുക്കുന്ന കുറേ അധികം ഫാക്ടറികൾ ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടാരും പറഞ്ഞു കേട്ടായിട്ട് ഒരു ഓർമ്മ. അതുകൊണ്ടാണ് ഈ മണ്ണിന് ഇവിടെ ഒരു ചുവന്ന നിറം. തുംഗഭദ്ര ഡാമിൻ്റെ ക്യാച്ച്മെന്റ് ഏരിയയാണ്. കടൽ പോലെ കിടക്കുന്നത്. ഇവിടെ ഒരു 5:30-6 മണിക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളി സൺസെറ്റ് ഇവിടെയും കാണാം. ഇവിടെ വൈകിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എത്തുവാണെങ്കിൽ സൺസെറ്റ് കാണാം ഇവിടെ. ഇവിടെ നിന്ന് 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളത്. എന്നാ സൈസാണ്, കടൽ പോലെ കിടക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു ടണൽ വരുന്നുണ്ട്. നമ്മളിവിടുന്ന് ഈ ഒരു ലെഫ്റ്റ് എടുക്കും. സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ബീജാപ്പൂർ, ഹുബ്ലി, സോലാപൂർ അങ്ങനെയൊക്കെ പോകും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡാമിൻ്റെ കെട്ട് കാണാൻ കഴിയുന്നുണ്ട് അങ്ങ് ദൂരെ. ഇടയ്ക്ക് ചെറുതായിട്ട് വഴിയൊന്ന് തെറ്റിയായിരുന്നു. തുംഗഭദ്ര ഡാം റൈറ്റ്. നമ്മളങ്ങനെ തുംഗഭദ്ര ഡാമിൻ്റെ എൻട്രൻസ് എത്തി. ഈ ഡാമിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ തുംഗഭദ്ര ഡാമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ 34-35 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ചൂട്. ഇവിടുത്തെ എൻട്രൻസിൽ നിന്ന് ഒരു ബസ് സർവീസ് ഉണ്ട് മേളിലോട്ട്. ഒരാൾക്ക് 30 രൂപയാണ് ചാർജ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി മേളിൽ പോയി. ഗാർഡനും ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുമായിരിക്കും. ആ ഗാർഡൻ്റെ അവിടെ നിന്ന് ഒരു ഡാമിൻ്റെ ഒരു വലിയ വ്യൂ ഉണ്ട്. അത് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് താഴോട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോം സ്റ്റേ എത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. ഹംപി 18 കിലോമീറ്റർ. ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഹോം സ്റ്റേയിലോട്ട്. സോ ഇവിടുന്ന് ലെഫ്റ്റ്. റൂം ഇവിടെ എവിടെയാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സൺസെറ്റ് കാണാമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഇന്നുള്ളൂ. നമ്മൾ പോകുന്നത് മാതങ്ക ഹിൽസ്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ മാതങ്ക ഹിൽസിലേക്ക് 4.2 കിലോമീറ്റർ ആണുള്ളത്. ഒരു 30 മിനിറ്റ് ചെറിയൊരു ഹൈക്കിംഗ് ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങിയത്. അതാകുമ്പോഴത്തേക്കൊക്കെ അവിടെ പോയി പതിയെയൊക്കെ കയറി ചെന്ന് കണ്ടാൽ മതിയല്ലോ. ലാസ്റ്റ് മിനിറ്റിൽ പോയാൽ ഓടിയൊക്കെ കയറി ടയേർഡായി പിന്നെ മുകളിലെത്തി നമുക്ക് സമാധാനമായിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അത് റോഡിലധികം തിരക്കുകളൊന്നുമില്ല. ചിലപ്പോൾ നാളേക്ക് ഈ സമയത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. നാളെ വീക്കെൻഡ് ആയതുകൊണ്ട്. ഇവിടെ നല്ല രീതിയിൽ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലാണെങ്കിൽ കൂടെ അവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രില്ലിൻ്റെ അവിടെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതിൽ എല്ലാ ആശമാർ കയറി വരും. നമ്മുടെ കയ്യിൽ വല്ല ഫുഡോ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും.
നമുക്കിനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നടന്ന് മലയുടെ മുകളിലേക്ക് കയറിയിട്ട് കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് നോക്കാം സൺസെറ്റിൻ്റെ. നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ മാതങ്കി ഹിൽസിൽ നമ്മൾ ഒരു സൺസെറ്റ് കണ്ടു. നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ട് വിരൂപാക്ഷ ടെമ്പിൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കൂടെ പോയി ഞങ്ങളൊരു ഗൈഡിനെ അവിടെ ഹയർ ചെയ്തു. 500 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. 2500-3000 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ഫുൾ ഡേ ഗൈഡിങ്ങിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 1 വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ ഹംപി റൈഡിൻ്റെ ഡേ 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം രാവിലെ 6:25. നമ്മളിന്നൊരു സൺറൈസ് കാണാൻ പോവാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് മല്യബന്ധ എന്ന് പറയുന്നൊരു ഹില്ലുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് സൺറൈസ് കാണാൻ പോകുന്നത്. ഇവിടെ രാവിലെ അത്യാവശ്യം ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സൺറൈസ് കണ്ടിട്ട് അതിനുശേഷം ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വൈകുന്നേരത്തോടെ തിരിച്ച് റൂമിലെത്താനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആദ്യമേ നമ്മൾ പോകുന്നത് സ്റ്റോൺ ചാരിയറ്റ് ഉണ്ട്. നമ്മുടെ 50 രൂപ നോട്ടിലുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ, ആ സ്റ്റോൺ ചാരിറ്റിൻ്റെ പടമാണ് അത്. ശരിക്കും നിങ്ങൾ 50 രൂപ നോട്ടിൽ കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് എത്തി. ഇവിടുന്ന് 6 കിലോമീറ്റർ ആണുള്ളത്. വെൽക്കം ടു വിജയനഗർ മെയിൻ എൻട്രൻസ്. നമുക്കിനി ഏകദേശം 350 മീറ്ററേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മളധികം ട്രക്കിംഗ് ഒന്നുമില്ല. ഈസി ആയിട്ട് മേള് വരെ വണ്ടി ചെല്ലും. അതാണ് ഇവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഹംപി വരുന്നവർക്ക് സൺറൈസ് സൺസെറ്റൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം. അപ്പോൾ നമുക്കിനി സൺറൈസ് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ സൺറൈസൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ടായ നമ്മുടെ വിജയ വിറ്റാല ടെമ്പിൾ, അതായത് നമ്മുടെ സ്റ്റോൺ ചാരിയിട്ടുള്ള അവിടേക്ക് പോവാണ്. ഇപ്പോൾ രാവിലത്തെ ഇവിടുത്തെ വൈബ് രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഹംപി നിങ്ങൾ വീക്കെൻഡൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ തന്നെ ഇറങ്ങി മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. പബ്ലിക് ഹോളിഡേയ്സ് വീക്കെൻഡ്സൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. ഇനി ഇവിടുന്ന് നടന്നു പോകണം.
അപ്പോൾ നമ്മൾ വിറ്റാല ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഏകദേശം ഒരു 7:30 മറ്റോ അവിടെ എത്തിയത്. ഇപ്പോൾ സമയം 10 മണി. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അച്യുതരായ ടെമ്പിളാണ്. അത് ഇവിടുന്ന് തിരിച്ച് 8 കിലോമീറ്റർ പോകണം. ആക്ച്വലി ഈ വിറ്റാല ടെമ്പിളിൻ്റെ അവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കുവാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്താം. പ്ലാനിൽ ചെറിയൊരു മാറ്റം. നമ്മളിപ്പോൾ വരുന്ന വഴിക്കാണ് ഇവിടെ ക്യൂൻസ് ബാത്ത് എന്നുള്ള ബോർഡ് കണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് അച്യുതരായ ടെമ്പിളിലോട്ട് പോകാം. അപ്പോൾ ക്യൂൻസ് ബാത്ത് കണ്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലെത്തി. ഇതാന്ന് തോന്നുന്നു ഈ വിശേഷ അവസരങ്ങളിൽ രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്തിരുന്ന എന്തോ ഒരു സ്ഥലം. അതിതാണെന്നാണ് തോന്നുന്നത്. എന്താണേലും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ മുമ്പുള്ള പരിപാടികൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു. ഒടുക്കത്തെ വെയിലാണ്, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇനി റൂമിൽ ചെന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ടൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ഇറങ്ങാനാണ് പ്ലാൻ. ചിലപ്പോൾ അച്യുതരായ പോകും, ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ അഞ്ജനാദ്രി ഹിൽസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഒരു പാലക്കാടൻ വൈബുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ റൂം എത്തി. അപ്പോൾ ഇനി വൈകിട്ട് കാണാം. ഈ അച്യുതരായ ടെമ്പിൾ ഇവിടെ വരുന്ന പലരും മിസ്സാക്കാറുണ്ട്. എല്ലാവരും വന്നിട്ട് വിരൂപക്ഷ പിന്നെ വിറ്റാല ടെമ്പിൾ അങ്ങനെയൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത്. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏതോ ഒരു ഇടവഴി അങ്ങ് ദൂരെ കാണുന്നതാണ് മതക ഹിൽസ്. നമ്മൾ അവിടുന്ന് നോക്കുമ്പോഴത്തേക്കും താഴെ കണ്ടിരുന്ന അച്യുതരായ ടെമ്പിളായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അച്യുതരായന ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് നേരെ അഞ്ജനാദ്രി ഹിൽ. ഇവിടുന്ന് 21 കിലോമീറ്റർ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ഫെറി ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. നിങ്ങളെ ഫെറി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി കടത്തുമെന്ന് തോന്നില്ല. ജസ്റ്റ് ആൾക്കാർക്ക് മൊത്തം ചെറിയൊരു ബോട്ടിൽ വിരുപക്ഷയുടെ ബാക്കിൽ നിന്നോ മറ്റോ ചെറിയൊരു ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അക്കരയ്ക്ക് പോകാൻ വേണ്ടി. നമ്മളെന്നാലും അത് എടുക്കുന്നില്ല. നമ്മൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പോവാണ്. ഏകദേശം അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് 545 സ്റ്റെപ്പോ മറ്റോ ഉണ്ട്. സോ അതിനൊരു അരമണിക്കൂർ എന്തായാലും എടുക്കും.
എനിക്ക് തോന്നുന്നു നമ്മളിവിടെ തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്യാൻ തോന്നുന്നു. ഒരു വലിയൊരു പാലമുണ്ട് ഇതിൻ്റെ കുറുകെ. ഒരു രക്ഷയിലോട്ടോ, ഇടിലൊരു വ്യൂ. നമ്മൾ തുംഗഭദ്രയ്ക്ക് കുറുകെയുള്ള ഒരു പാലം ക്രോസ് ചെയ്യാണ്. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. ഈ 11 മിനിറ്റ് കൂടെയാണ് അഞ്ചനാദ്രി ഹില്ലിലോട്ടുള്ളത്. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഹംപിയുടെ ഔട്ടറിലാണ്. ഇവിടെ മൊത്തം പാടങ്ങളൊക്കെയാണ് കേട്ടോ, മൊത്തം ഒരു പച്ചപ്പും അതിനിടയ്ക്ക് ഇതുകൂട്ട് മലകളും. ഒരു രക്ഷയില്ല, ഒരു അടിപൊളി സ്ഥലം. നമ്മളെ ഹംപിയുടെ സൈഡിൽ നമ്മൾ സ്റ്റേ ചെയ്തതിനടുത്ത് മൊത്തം എന്താ പറയുക, ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള സൈറ്റുകളാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൊത്തം ഒരു പാലക്കാടൻ വൈബ്, ഒരു കിടിലൻ ലൊക്കേഷനാണ് ഈ ഹംപിയുടെ ഔട്ടർ. നമ്മളിപ്പോൾ ഈ അഞ്ചനാദ്രി ഹില്ല് പോകുന്ന റൂട്ട്. ഇന്നും അതുപോലെ നമ്മളൊരു സൺസെറ്റ് മിസ് ചെയ്യാതിരിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. മിക്കവാറും സൺസെറ്റ് മിസ്സാകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സൺസെറ്റ് പ്ലാൻ മുഴുവൻ പാളി. ഫസ്റ്റ് നമ്മൾ അഞ്ചനാദ്രി ഹില്ല് പോയി, എന്താ പറയുക, അത് മൊത്തം കയറണമെങ്കിൽ ഒരു 30 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് മേളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും സൺസെറ്റ് കഴിയുന്ന അറിയുന്നതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്തുള്ള സൺസെറ്റ് പോയിന്റ് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഹിപ്പി ഐലൻഡിൻ്റെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സൺസെറ്റായി. എന്താ പറയുക, സൺസെറ്റ് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയ തുംഗഭദ്ര നദിയുടെ തീരത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. വിരുപക്ഷേറ്റമിൻ്റെ ഏകദേശം പുറകിലായിട്ട് വരും അത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഒരു ചെറിയ കുട്ടവഞ്ചിയുണ്ട്. ആ കുട്ടവഞ്ചിയിൽ കയറി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെറും ഒരു 5-10 മിനിറ്റ് കേസേ ഉള്ളൂ. പക്ഷേ നമ്മൾ ബൈക്കിംഗ് കൊണ്ട് വന്നുകൊണ്ട് ഈ ഹിപ്പി ഐലൻഡിൻ്റെ ഈ സൈഡിലോട്ട് വരണമെങ്കിൽ ഏകദേശം 26 കിലോമീറ്റർ ഞങ്ങളുടെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണം. സമയം 7 മണിയായി. ഇതിന് വേറെ പരിപാടികളൊന്നുമില്ല. നേരെ റൂമിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാളെ രാവിലെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ തിരിച്ച് ബാംഗ്ലൂർക്കുള്ള യാത്രയുടെ വീഡിയോസുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. അങ്ങനെ നമ്മുടെ ഹംപി റൈഡിൻ്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ ഹംപിയോട് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. സമയം രാവിലെ ഏകദേശം 10 മണിയാകാറായി. തിരിച്ചു പോകുമ്പോഴത്തേക്കും വന്ന റൂട്ടിലല്ല പോകുന്നത്. തിരിച്ച് നമ്മൾ ബെല്ലാരി അനന്തപൂർ വഴിയാണ് പോകുന്നത്. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് പെനിക്കണ്ട ഫോർട്ട് എന്ന് പറയും, ആന്ധ്രാപ്രദേശിലൊരു സ്ഥലമാണ്. ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാംഗ്ലൂരിൽ നിന്ന് മോർണിംഗ് റൈഡിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ് പെനിക്കണ്ട ഫോർട്ട്. ഇത് കുറച്ച് ദൂരം കൂടുതലാണ് ബെല്ലാരി വഴി. ഏകദേശം 6 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 6 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ യാത്രയ്ക്ക് മാത്രം വേണ്ടി വരും ഈ ഒരു റൂട്ടിൽ. അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹംപിയിൽ. നമ്മൾ 1-2 സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. കഴിഞ്ഞ അഞ്ചനാദ്രി ഹില്ല് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് പെനിക്കണ്ട ഫോർട്ട് വരെ 237 കിലോമീറ്റർ ആണുള്ളത്. സോ നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ ഏകദേശം ഒരു 8-9 മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഹംപിയുടെ മെയിനായിട്ടുള്ള ഏരിയ ഒക്കെ വിട്ടു കേട്ടോ. ആ ഒരു ഹംപി ഏരിയ വിട്ടു പുറത്തോട്ട് വന്നു. ഇത് ചെന്ന് കയറുന്നത് നാഷണൽ ഹൈവേ 67 എനിക്ക് നാ കാണുന്നത് തോന്നുന്നു. നാഷണൽ ഹൈവേ 67 കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കും. തുടക്കം അത്രയ്ക്ക് നല്ലതല്ല. റോഡ് കുറച്ച് മോശമാണോ എന്നൊരു സംശയം. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് കയറി. കണ്ടിട്ട് തിരക്കടലെന്ന് തോന്നുന്നു റോഡ്. ഇനി ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂർ 23 മിനിറ്റിൻ്റെ യാത്രയുണ്ട് പെനിക്കണ്ട ഫോർട്ടിലോട്ട്. ഇതേതാ സ്ഥലം എന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഇവിടുന്ന് ലെഫ്റ്റാണ് ബെല്ലാരി പോകുന്നത്. ഇവിടെ എന്തോ ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. JSW ഗ്രൂപ്പിൻ്റെയാണ്. സിമെൻറ്റ് ഫാക്ടറി, പവർ പ്ലാന്റ്, ഏതൊക്കെയോ പരിപാടികളുണ്ട് ഇവിടെ. ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലം. ഫുള്ള് പൊടിയൊക്കെയാണ്. പിന്നെ നല്ല വെയിലുമുണ്ട്. നമ്മളിവിടുന്ന് നേരെ പോയി ആന്ധ്ര കയറും. പിന്നെ വീണ്ടും ആന്ധ്രയിൽ നിന്ന് വീണ്ടും കർണാടകത്തിലേക്ക് കയറും. അങ്ങനെയാണ് ഈ ഒരു റൂട്ടിലെ യാത്ര പോകുന്നത്.
തെർമൽ പവർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ കാണുന്ന ഒരു വലിയ പോക്കറ്റിലൊക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ഇനി അതേപോലെ സിമെൻറ്റ് ഫാക്ടറി ആണെന്ന് അറിയുന്നില്ല. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നോക്കാമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും അവിടുത്തെ എംപ്ലോയീസിൻ്റെ ക്വാർട്ടേഴ്സുകളൊക്കെ തോന്നുന്നു. ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത പോലെ തന്നെ അത് കർണാടക പവർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു തെർമൽ പവർ സ്റ്റേഷനാണ്. കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്ക് അതിന് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബെല്ലാരി ടൗണൊക്കെ വിട്ട് എനിക്കൊന്ന് ഹൈവേയിലോട്ട് കയറാൻ പോകുമെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ ബെല്ലാരി. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ഇവിടുന്ന് അനന്തപൂരിന് 74 കിലോമീറ്റർ, പെനുക്കൊണ്ടയിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. ഇത്ര ദൂരം വന്നിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കടകളോ ഹോട്ടലുകളോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ റോഡ് കിടക്കുന്നുണ്ട്. രണ്ട് സൈഡും കുറേ തരിശുഭൂമിയുണ്ട്, പിന്നെ ഇടയ്ക്ക് കൃഷി സ്ഥലങ്ങളുണ്ട്. വേറെ കാഴ്ചകളൊന്നുമില്ല. നമ്മളിപ്പോൾ അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട് പെനിക്കൊണ്ട ഫോർട്ടിലോട്ട്. നമ്മളിപ്പോഴും ആന്ധ്രയിൽ തന്നെയാണ് ഉള്ളത്. നേരെ പോയി കഴിഞ്ഞാൽ കടിരി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട്. എനിക്ക് തന്നു നമ്മൾ ഗണ്ടിക്കോട്ട പോയപ്പോൾ ആ ഒരു സ്ഥലം വഴിയാണ് തന്നു പോയത്. സോ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് റൈറ്റ് സൈഡ് ഈ മേളിൽ കാണുന്ന എനിക്കൊന്ന് ഹൈവേ ആണെന്നാണ് തോന്നുന്നത്. നമ്മളങ്ങനെ ഹൈവേയിലോട്ട് കയറി. സോ ഇത് അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ്. ഇവിടുന്ന് അടുത്ത 78 കിലോമീറ്റർ ഉണ്ട് പെനിക്കൊണ്ട ഫോർട്ടിലോട്ട്. സോ നമ്മളടുത്തത് എവിടെയെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ നിർത്താനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഫുഡ് കഴിക്കണം. നല്ല ചൂടുണ്ട്. ഹൈവേയുടെ സൈഡിലൊരു ഹോട്ടൽ കണ്ടു. ഇനി അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല ടയർഡായിരുന്നു ഈ വെയിൽ കാരണം. അപ്പോൾ നല്ല രീതിയിൽ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യണം. ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട് പെനിക്കൊണ്ട ഫോർട്ടിലോട്ട്. ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയാണ്. ചൂടെന്നൊക്കെ പറഞ്ഞോ ഒരു രക്ഷയില്ല പോണേ. പെനിക്കൊണ്ട 68, ബംഗളൂരു 208. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ട് ഇവിടെ കിയയുടെ ഒരു പ്ലാന്റിനടുത്ത് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശാണ്. പെനിക്കൊണ്ടയ്ക്ക് ഒരു 18 കിലോമീറ്റർ മുൻപ്. അങ്ങ് ദൂരം മലയുടെ മുകളിലെല്ലാം കാറ്റാടിപ്പാടങ്ങളാണ്. ഇവിടുന്ന് പെനിക്കൊണ്ട ഫോർട്ടിലേക്ക് 6.5 കിലോമീറ്റേഴ്സ്. എന്നൊരു 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ലെഫ്റ്റ്. ഇവിടുന്നാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ റീലുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു റോഡിൻ്റെ തുടക്കം. 7 മിനിറ്റ് കൂടെ ഉള്ളൂ ഇതിൻ്റെ ടോപ്പിലോട്ട്. ഇപ്പോൾ മാപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഹെയർ പിൻ ബെൻഡ് പോലെ കുറേ വളവുകളൊക്കെ. ഈ ഒരു റോഡ് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോയെന്നൊന്നും അറിയത്തില്ല. മേളിലെന്തോ കോട്ടയുടെ റിമൈൻസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് നമ്മൾ ഹംപിൽ കണ്ട പോലുള്ള മലകളും പാറകളൊക്കെ തന്നെ. നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായി. ഒരു 2-3 എയർപിൻ വരും കൂടെ കയറിയാൽ മതിയെന്ന് തോന്നുന്നു.
നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തി. ഇനി ഇവിടെ എന്താ ഉള്ളതെന്ന്, ഓക്കെ, ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഫോർട്ടിൻ്റെ എന്തോ റിമൈൻസ് ഉണ്ട്. കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. നേരെ ഇനി ബാംഗ്ലൂർ. വേറെ പരിപാടികളൊന്നുമില്ല ഇവിടെ, പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രമായിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വന്നിട്ട് ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ മേളിൽ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വ്യൂ ഉണ്ട്. സോ ഇത് കണ്ടിട്ട് തിരിച്ചു പോകാം. സോ ബാംഗ്ലൂരിൽ നിന്ന് ബേസിക്കലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ റൈഡൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പതിയെ മല ഇറങ്ങുകയാണ്. രാവിലെ വരാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ടൈം ആയതുകൊണ്ട് ഇവിടെ ഇപ്പം വലിയ ചൂടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിലെത്തി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എൻ്റെ റൂമിലോട്ട് 160 കിലോമീറ്റർ ഉള്ളത്. ഏകദേശം 3.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ടൈം കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേ ആണ്. എനിക്കത് ഇവിടുന്ന് ഹെബ്ബാൾ വരെ അധികം ട്രാഫിക്ക് കാണാൻ ചാൻസ് ഇല്ല. അറ്റ്ലീസ്റ്റ് യലഹങ്ക വരെ അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള റോഡായിരിക്കും. അത് കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും. യലഹങ്ക വരെയുള്ള ദൂരം മിക്കവാറും ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്താണെങ്കിലും ഒരു 1.5 മണിക്കൂർ അല്ലാതെ സിറ്റിക്കകത്തോടെ തന്നെ ട്രാവൽ ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ ഹംപി റൈഡിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ ഹംപി സീരീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. അങ്ങനെ ഞാൻ ബാംഗ്ലൂരെത്തി. ഇതിപ്പം MG റോഡാണ്. നല്ല ട്രാഫിക് ഉണ്ട്. സമയം 9:11.